ജീവമാർഗമാണു ദൈവം. ഞങ്ങളുടെ പേരും കൂടി എഴുതി അതിനടുത്ത് തന്നെ കുറച്ചൊരു ചോമ്പ് JK ഫെമിംഗോ എന്ന് പറയുന്ന നമ്മുടെ അപ്പൊ ഇനി നമ്മള് ഈ സൈഡിൽ കൂടെ ഇരുന്നോണേ. ഈ മണ്ടോട്ടിരത്തില് മെയിനായിട്ടുള്ളത് അവിടെ നമ്മളെ ഈ കണ്ടൽ മരങ്ങള് മാംഗ്രൂവ്സ് എന്ന് പറയും. അതിന്റെ അകത്തൂടെ ഉള്ളൊരു റൈഡാണ് നമുക്ക് ബോട്ടിങ്. അപ്പൊ അത് നമുക്ക് ഒരാൾക്ക് 100 രൂപ വെച്ചിട്ടാണ്. പക്ഷെ പ്രകൃതിയായിട്ട് നമുക്ക് വളരെ ആസ്വാദകരമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റ്, അതുപോലെ കണ്ടൽ മരങ്ങളെ കുറിച്ച് കണ്ടൽ മരം 30 തരം കണ്ടൽ മരമുണ്ട്. ഇപ്പൊ ഒന്നരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വള്ളിക്കണ്ടൽ എന്ന് പറയും, സ്വർണ്ണക്കണ്ടൽ എന്ന് പറയും. ഇതൊക്കെ അതിന്റെ ഇലയും പള്ളിയും ഒക്കെ അതിന്റെ രീതിയിലാണ് ഓരോ പേരുകൾ വരുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഈ തലോടണം എങ്കിലൊക്കെ നമുക്ക് അങ്ങനെ പോയാൽ പറ്റും. അപ്പൊ അത് നമ്മള് ഒരു പോകുന്ന ഒരാൾക്ക് ഇതാണ്. അപ്പൊ അത് നമ്മുടെ സാറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ, പോകുന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യാം. എല്ലാവരും പോകുന്നെങ്കിൽ അങ്ങനെ, അതല്ല പോകുന്നവർക്ക് ഇഷ്ടമുള്ളവർ പോകുന്നെങ്കിൽ അങ്ങനെ. അപ്പൊ അത് നമ്മുടെ സാറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിൽ അറേഞ്ച് ചെയ്യാമെന്നുള്ളതാണ്. പോകുന്നുണ്ടോ സാർ? ഇന്നത്തെ പ്രോഗ്രാം നിയന്ത്രിക്കുന്ന മാനേജരാണ്. ഹോട്ടല് റാവീസ് ഹോട്ടല്. പിന്നെ പറഞ്ഞ വെള്ളത്തിൽ കിടക്കുന്ന 2 വള്ളക്കാരാണ് റെസ്റ്റോറൻറ്റ് കിടക്കുന്നത്. പാലസാണ്. റൈറ്റ് സൈഡിൽ കണ്ടില്ലേ ഒരു ബോട്ട് കെട്ടിയൊക്കെ ഉണ്ട്. വിളക്കമ്മ കണ്ടോ? റൈറ്റ് സൈഡിൽ കണ്ടോ വിളക്കമ്മ? ആ സൈഡിൽ വിളക്കമ്മ. ഫോട്ടോ എടുക്കണ്ട, വെളിയിൽ പോയി ഫോട്ടോ എടുത്തോ, നല്ലോണം കിട്ടും. എല്ലാരും കൂടെ ഒരു സൈഡിൽ ഒന്നിച്ചു പോയി നിൽക്കല്ലേ, ചില അങ്ങോട്ടും ഇങ്ങോട്ട് മാറി നിൽക്കണം കേട്ടോ. അതെല്ലാം കിറ്റിൽ നടക്കുന്ന വെയിറ്റുള്ള ചെറിയ വെയിറ്റുള്ള
ഭയങ്കര ചൂടാണ്. AC ഉണ്ടെന്നുണ്ട് കാര്യം അതെ. പാസ് ചെയ്ത് പോ. കൊടുങ്ങല്ലൂരങ്ങീരെ വന്നിറങ്ങി കൊച്ചയിലാടി മോഹം കണ്ടവാറ് ഇരടോ നാലോ വെടിയും വെടിവെച്ചോ ഗോപുരം ഇപ്പോൾ സിപ്പായി വിടകൊള്ളുന്നു. പുറപ്പെട്ടാരേ കൊടുങ്ങല്ലൂരങ്ങീരെ വന്നിറങ്ങി കൊച്ചിലാഴി മോഹൻ കണ്ടവാരേ നാനായക്ക സൂര്യാനിക്ക വരന്നരുന്നു നാനായക്ക സൂര്യനിക്ക വന്നിറങ്ങി കൊടുങ്ങല്ലൂരിൽ ഇത് അവസാനം എന്നാ പറയാ പിന്നൊരു നടപടിയാവും. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. ഞങ്ങൾ 2 പേര് വീട്ടിലുള്ളൂ. മക്കൾ പുറത്താണ്. തോമസ്, എൻ്റെ വീട് കുറിച്ചിയിലാണ്. ഞാൻ മാർ ഇഗ്നാത്യൂസ് അടിപ്പള്ളി ഇടവകയിലെ ഒരംഗമാണ്. എൻ്റെ ഭാര്യ ആലീസ് കുട്ടി, പുള്ളി ചെറുവലിപ്പടിക്കടുത്ത് കളത്തിൽ കുടുംബത്തിൽപ്പെട്ട ആളാണ്. നിന്നോ പറഞ്ഞോ അനുവേ. ഞങ്ങള് മരത്തേലൊക്കെ കേറി കേറി
അതേ കയറാനുള്ളവർ അങ്ങോട്ടില്ലാൻ പറ. അതേ കയറാനുള്ളവർ ആരൊക്കെയാ? ആ ബോട്ടെ കയറി വന്നവരാരൊക്കെയാ? 51 വന്നവരാരൊക്കെയാ? 51 ഇങ്ങോട്ട് വിട്ടോ. 51 നേരേക്ക് പോര്. അവിടെ വെള്ളക്കൂടല്ലേ? ആ ബോട്ട് ഇങ്ങോട്ട് വരാൻ പറ്റും. അങ്ങോട്ട് കയറിക്കോ. 4-1-5 നീതു അവിടെല്ലേ കയറിയ? നീതു അതെ വിട്ടു. നമ്മുടെ മറ്റേ ബോട്ടെല്ലാം പോയി കയറിക്കോ. ഇതേതാ നിങ്ങൾ ബാക്കി നിങ്ങൾ കയറേണ്ടത്. മോനെ എന്ത് പോര്? 6 പേര് വന്ന പോരും. 6 പേര് വന്ന സാധനം നിങ്ങൾ ഇതേ കയറും. 7 നില. കൊല്ലം ബീച്ച്. ബാഗുണ്ട് അവിടെ. ഓപ്പറേറ്റർ ഗ്രൂപ്പ് ക്യാപ്റ്റനായിട്ട് നമ്മളോടൊപ്പം ശ്രീജേഷ് ഉണ്ടായിരുന്നു. അവരുടെ ടീം എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തന്നു. നമുക്കൊരു നല്ല ഒരു യാത്രയുടെ അനുഭവം എല്ലാവർക്കും ഉണ്ടായി. ആർക്കും മറിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല. എല്ലായിടങ്ങളിലും വെച്ച് നമുക്ക് പോകുവാനായിട്ട് സാധിച്ചു. ഇവരുടെ ടീമിന് JK റോയൽ ക്രൂയിസിനോടുള്ളതായ നന്ദി. നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. വൺസ് അഗൈൻ എല്ലാവർക്കും വേണ്ടി എല്ലാ നന്ദിയും അറിയിക്കുന്നു.